ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയി എങ്ങനെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം, ഷുഗർ സിറപ്പിൽ ടേസ്റ്റ് കൂടാൻ എന്തൊക്കെ ചെയ്യണം, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. 1 kg വെയിറ്റ് വരുന്ന കേക്കിലേക്ക് 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് 5 മിനിറ്റ് ഫസ്റ്റ് സ്പീഡിൽ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തത് വിവോന്റെ ക്രീമാണ് കേട്ടോ. ബീറ്റ് ചെയ്തതിന് ശേഷം ക്രീമൊക്കെ നന്നായിട്ട് പൊങ്ങി വന്ന് കാണും. അതിനുശേഷം സെക്കൻഡ് സ്പീഡിലിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒന്ന് ടൈറ്റ് ആവണ വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ക്രീം ഒന്ന് ടൈറ്റ് ആയതിനു ശേഷം തേർഡ് സ്പീഡിലിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു ടെക്സ്ചറിലായതിനു ശേഷം ഫോർത്ത് സ്പീഡിലിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ക്രീം ഇത്രയും ടൈറ്റ് ആയതിനു ശേഷം 5 സ്പീഡിലോ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഒരു 5 മിനിറ്റ് ബീറ്റ് ചെയ്താൽ മതി. അതിനുശേഷം നന്നായിട്ടൊന്ന് സ്റ്റിഫായി കിട്ടും. പഞ്ചസാര പൊടിച്ചതും കൂടെ ആവശ്യത്തിനുള്ള മധുരം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ആ വീഡിയോ ഒന്ന് മിസ്സായി പോയി, അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കുക. നമ്മളെ ക്രീമൊക്കെ ബീറ്റായി കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ ക്രീം ഒലിച്ചിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ക്രീം ബീറ്റ് ആയത് റെഡി ആയിട്ടുണ്ട്. ഐസിങ് ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ നല്ല ലൂസായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങളുടെ ക്രീമൊന്നും ഇനി ബീറ്റ് ചെയ്ത് റെഡി ആവണില്ലെങ്കിൽ ഇനി ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. നമുക്ക് ഷുഗർ സിറപ്പിൽ ടേസ്റ്റ് കൂടാൻ എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം. 1 കപ്പ് പഞ്ചസാരയ്ക്ക് 3/4 കപ്പ് വെള്ളം എടുത്ത് നന്നായിട്ട് തിളപ്പിക്കുക. തിളച്ച് വന്നതിന് ശേഷം ചെറി ഇട്ട് കൊടുക്കുക. ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റ് കേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറി ഇട്ട് തിളപ്പിച്ചെടുക്കാം. പിന്നെ നമുക്ക് ഷുഗർ സിറപ്പിന് ടേസ്റ്റ് കൂട്ടാൻ പറ്റുന്ന മറ്റൊരു സാധനമാണ് മിഠായി മാറ്റ്. 3/4 കപ്പ് പച്ചവെള്ളത്തിലേക്ക് 3-4 ടേബിൾ സ്പൂണ് നമുക്ക് കലക്കിയെടുക്കാം. അപ്പോൾ ഇത് റെഡ് വെൽവെറ്റിലൊക്കെ യൂസ് ചെയ്യും കേട്ടോ. പിന്നെ നമുക്ക് ഷുഗർ സിറപ്പിലേക്ക് പട്ട ചേർത്ത് തിളപ്പിച്ചെടുക്കാം. 1 ചേർത്താൽ മതി കേട്ടോ. ഫെറാറോ റോജർ കേക്ക്, ട്രഫിൾ കേക്ക്, ഇതിലേക്കൊക്കെ പട്ട ചേർത്ത ഷുഗർ സിറപ്പാണ് ടേസ്റ്റ് കൂടുതൽ. പിന്നെ ക്രഷ് ചേർത്ത് ഉണ്ടാക്കുന്ന കേക്കിലേക്ക് പൈനാപ്പിൾ കേക്ക്, മാംഗോ ട്രഫിൾ കേക്ക്, സ്ട്രോബെറി കേക്ക്, ഇതിലേക്കൊക്കെ പഞ്ചസാരൻ്റെ സിറപ്പിലേക്ക് 2-3 ടേബിൾ സ്പൂണ് ക്രഷ് ചേർത്താൽ കേക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇനി എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ കേക്കിൻ്റെ ടേസ്റ്റും കൂടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവരെ ബൈ.